ഫാസിസത്തിനെതിരെ രാജ്യം കാവൽ നിർത്തിയ ഇന്ത്യ സഖ്യത്തെ തല്ലിപ്പിരിക്കാൻ കോൺഗ്രസ് ബി.ജെ.പിയുമായി ഉണ്ടാക്കിയ രഹസ്യ ഡീൽ അങ്ങനെ തുറന്നു കാട്ടപ്പെടുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ CPM ബി.ജെ.പി ഡീൽ എന്ന പച്ചക്കള്ളം നിരന്തരം പ്രചരിപ്പിച്ചത് ഈ വലിയ വഞ്ചന മറച്ചുവെക്കാനായിരുന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞു. ദേശതലത്തിൽ ബി.ജെ.പിക്ക് സുഗമമായി ഭരിക്കാനുള്ള അവസരമൊരുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കോൺഗ്രസ് നടത്തിയ കൺകെട്ട് വിദ്യകളുടെയും കൂറുമാറ്റങ്ങളുടെയും അണിയറ കഥകളും പൊളിയുകയാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പി വിരുദ്ധ പോരാട്ടത്തിന്റെ നട്ടെല്ലായിരുന്ന DMK-യെ കോൺഗ്രസ് എങ്ങനെയോ പ്രലോഭിപ്പിച്ചും സമ്മർദ്ദത്തിലാക്കിയും സഖ്യത്തിന് പുറത്താക്കിയെന്നത് വഞ്ചനയുടെ ഏറ്റവും പുതിയ അധ്യായമാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK മുന്നണിയിൽ പരമാവധി സീറ്റുകൾ ചോദിച്ചു വാങ്ങി ഭിന്നതയുണ്ടാക്കിയ കോൺഗ്രസ് ഒടുവിൽ തങ്ങളുടെ യഥാർത്ഥ നിറം പുറത്തെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം DMK-യെ പൂർണ്ണമായും വഞ്ചിച്ചുകൊണ്ട് നടൻ വിജയുടെ TVK പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് പിന്തുണ നൽകി. 2004 മുതൽ ദൃഢമായി നിന്ന DMK കോൺഗ്രസ് സഖ്യം തകർത്തുകൊണ്ട് കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ പ്രത്യേക സീറ്റ് ചോദിച്ചു വാങ്ങിയ നാണം കെട്ട കാഴ്ചയാണ് രാജ്യം കണ്ടത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് വേരോട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരുക്കിക്കൊടുത്ത വഴിത്തിരിവാണിത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തുരത്താൻ ആം ആദ്മി പാർട്ടിയുമായി കൈകോർക്കേണ്ടതിന് പകരം അവരെ പിന്നിൽ നിന്ന് കുത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. ആം ആദ്മിയുടെ വോട്ട് ബാങ്ക് ഭിന്നിപ്പിച്ച് ബി.ജെ.പിക്ക് അധികാരം പിടിക്കാനുള്ള തന്ത്രപരമായ സഹായമാണ് ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വം ചെയ്തു കൊടുത്തത്. ഇതിന്റെ ഫലമായി ഡൽഹിയിൽ 15 വർഷത്തിന് ശേഷം ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. പശ്ചിമ ബംഗാളിലും കഥ വ്യത്യസ്തമല്ല. മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ കേരളത്തിലേതിന് സമാനമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ സഖ്യത്തിൽ നിന്നും പുറത്താക്കാൻ കോൺഗ്രസ് കരുക്കൾ നീക്കി. ബി.ജെ.പി നേരിടാൻ ശക്തമായ പ്രാദേശിക പാർട്ടികളെ വളരാൻ അനുവദിക്കില്ലെന്ന കോൺഗ്രസിന്റെ വാശി ഒടുവിൽ ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാനുള്ള മണ്ണൊരുക്കി കൊടുത്തു. യു.പിയിലും ബീഹാറിലും ശക്തമായ പ്രാദേശിക സഖ്യങ്ങൾ മത്സരിച്ച സീറ്റുകളിൽ പോലും വിമതരെയും സ്വന്തം സ്ഥാനാർത്ഥികളെയും നിർത്തി വോട്ടുകൾ ഭിന്നിപ്പിച്ചു എന്നതാണ് കോൺഗ്രസ് ചെയ്ത മറ്റൊരു മഹാദ്രോഹം. ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ചിതറിച്ചു കളഞ്ഞ് കാവ്യപ്പടയ്ക്ക് സീറ്റുകൾ സമ്മാനിക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെ ബി.ജെ.പി കോൺഗ്രസ് രഹസ്യധാരണ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരേയൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവരുടെ തലപ്പത്തിരിക്കുന്ന നേതാവിന്റെ അപക്വത തന്നെയാണ്. ദേശീയതലത്തിൽ ബി.ജെ.പി നേരിടാൻ യാതൊരു ആസൂത്രണമോ കാഴ്ചപ്പാടോ ഇല്ലാത്ത ഒരു നേതാവും അദ്ദേഹം കാണിക്കുന്ന കോമാളിത്തരങ്ങൾക്ക് കൈയടിക്കാൻ ചിന്താശേഷി പണയം വെച്ച ഒരു കൂട്ടം അണികളും മാത്രമാണ് ഇന്ന് കോൺഗ്രസിന്റെ ബാക്കിപത്രം. ഇടതുപക്ഷവും മറ്റ് പ്രാദേശിക പാർട്ടികളും ആത്മാർത്ഥമായി ഫാസിസത്തിനെതിരെ പോരാടുമ്പോൾ ആ പോരാട്ടത്തിന്റെ കോൺട്രാക്ട് എടുത്ത് ബി.ജെ.പിക്ക് മറിച്ചു വിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം സഖ്യകക്ഷികളെ ഓരോന്നായി കൊന്നു തിന്നുന്ന കോൺഗ്രസിന്റെ ഈ ദയനീയമായ തകർച്ചയും അന്തർധാരയും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് ഉറപ്പാണ്.